കല്യാണം കഴിച്ചാലും അവിഹിതം ആകാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു നിയമം വന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുപോലുള്ള അതിനെല്ലാം നിയമങ്ങളുണ്ട്. ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ പിച്ചി ചീന്തുന്നവരെ എന്ത് ചെയ്യണം അവരെ, അങ്ങനെയുള്ള ഒരു നിയമം, ആ നിയമമല്ലാതെ വേറൊരു നിയമം എഴുതി ചേർക്കണ്ടേ? അതിന് അത് എഴുതി ചേർക്കേണ്ട ടൈമായി എന്ന് തെളിയിക്കുന്ന രണ്ട് മൂന്ന് സംഭവങ്ങൾ നിങ്ങളോട് പറയാം. നമ്മുടെ ഇന്ത്യയിൽ നടന്ന സംഭവമാണ് മധ്യപ്രദേശിൽ. ഈ ഒരു കഴിഞ്ഞ കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒരു 17 വയസ്സുള്ള ഒരു ചെക്കനും 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയും കൂടെ ഒരു മല ചുറ്റി കാണാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ മലയടിവാരത്തൂടെ അവർ മലയിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥര വനപാലകര എന്നും പറഞ്ഞുകൊണ്ട് ഒരു 2-3 പേര് വന്നിട്ട് അവരോട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പണം തരണോ അതാ ഇതാന്നൊക്കെ പറയുന്നുണ്ട്. പണമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണിൻ്റെ നേരെ നോട്ടമായി. അപ്പം ഈ ചെക്കനെ അങ്ങ് നല്ലതായിട്ട് ഉപദ്രവിച്ച് ബെൽറ്റ് കൊണ്ട് അങ്ങോട്ട് കെട്ടിയിട്ടിട്ട് ഈ പെണ്ണിനെ കൊണ്ടുപോയി അങ്ങ് നശിപ്പിക്കുവാണ് കൂട്ടം ചേർന്ന്. ആ കുട്ടി മരിച്ചുപോയി എന്നാണ് അറിവ്. പലരും പലതാണ് പറയുന്നത്. ചിലർ പറയുന്നത് മരിച്ചിട്ടില്ല, അവൾ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയത്തില്ല. ഇവരെയെല്ലാം പിടിച്ചു വെച്ച് അങ്ങ് ക്രൂരമായിട്ട് എല്ലാ നാട്ടുകാരൊക്കെ അടിക്കുന്നുണ്ട്. പോലീസൊക്കെ കെട്ടി വലിച്ചുകൊണ്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. സത്യമാണോ എന്തോന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ അപ്പം ഈ ഒരു സംഭവം നടന്നല്ലോ. ഈ ഒരു സംഭവം നടന്ന് ഇതിൻ്റേതായിട്ടുള്ള വീഡിയോസോ മറ്റുള്ള കാര്യങ്ങളോ അങ്ങനെ വെളിയിലോട്ട് അധികം വന്നിട്ടില്ല. പക്ഷേ 2017 ഇതേപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അല്ല, ഈ ഒരു പെൺകുട്ടി അവളുടെ ലവറിൻ്റെ കൂടെ മല ചുറ്റി കാണാൻ പോകുന്നുണ്ട്. അതും ഇതേ നാട്ടിലാണ് നടന്നേക്കുന്നത്. അങ്ങനെ പോകുമ്പം മലയുടെ മുകളിലേക്ക് പോവുകയാണ്. അവൾ ഭയങ്കര സന്തോഷത്തിൽ ചുറ്റിക്കാണാൻ പോവുകയാണ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്വകാര്യ നിമിഷത്തിന് വേണ്ടി പോകുന്നതായിരിക്കാം. അപ്പം അങ്ങനെ അവിടെ പോകുമ്പം അവിടെ ഒരു 4-5 പേരുണ്ട്. 4-5 പേര് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലവറിൻ്റെ കൂട്ടാളികളുടെ ഫ്രണ്ട്സാണ്. അപ്പം അവിടെ വെച്ച് ഈ കുട്ടിയെ അറിയാലോ നിങ്ങൾക്കെല്ലാം, നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഒരുപാട് കണ്ടു കാണും. ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഇത് ഭയങ്കര വൈറലാണ് ഈ ഒരു പിക്ക്. ഈ പിക്കല്ല, ഈ വീഡിയോസ്. അപ്പോൾ ഈ വീഡിയോസ് ഈ അടുത്ത കാലത്ത് നടന്ന റേപ്പിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ എടുത്തിട്ട് വൈറലാക്കുന്നത്. ഇത് 2017 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നതിന് മുന്നേ ആ കുട്ടി എന്നെ വിടൂ സഹോദര, അല്ലെങ്കിൽ എന്നെ ഒന്നും ചെയ്യരുത് എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ ചത്തുപോകത്തില്ലേ? എല്ലാവരും കൂടെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ലവറിനെ തന്നെ അവളിങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. ഓരോരുത്തരും മാറി മാറി അവളെ ഉപദ്രവിക്കുമ്പോഴും അവൾ ആ ലവറിനെ തന്നെ അവനടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അവൻ തലയിൽ കൈ കൊടുക്കുന്നുണ്ട്. അവനേതോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ആ കുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്നുണ്ട്, കുട്ടി ഇപ്പം ജീവനോടെ ഉണ്ടെങ്കിൽ അവൾക്ക് എന്തുമാത്രം മാനസിക സംഘർഷമായിരിക്കും. ഓരോരുത്തരും അങ്ങ് എടുത്തിടുവാങ്ങ്, ഒന്നും ചിന്തിക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല, ആ മുഖം ഒന്നും മറയ്ക്കുന്നില്ല. അവളുടെ ആ മുഖം ഇങ്ങനെ, അവൾ നോക്കുന്ന നോട്ടം, എന്നോടിത് വേണമായിരുന്നോ, ഞാനൊരു പാവം അല്ലേ, എന്തിനാണ് ഇങ്ങനെ എന്നോട് ചെയ്തതെന്ന് ആ ഒരു നോട്ടം നോക്കി അവൾ ആ സംസാരവും ആ ഒരു നമ്മൾ എന്നാ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വികാരം നമ്മളിൽ നിന്ന് വരത്തില്ലേ, ആ ഒരു സങ്കടത്തിലുള്ളത്, അതെല്ലാം അവളുടെ ആ സൗണ്ടിലും അവളുടെ ആ മുഖത്തൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയമൊക്കെ അങ്ങ് പറഞ്ഞു പോകും. പല ആൾക്കാർക്കും ആ ഫേസൊക്കെ പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഒരു ചാൻസ് പോലാണ് തോന്നുന്നത്. അങ്ങ് എല്ലാവരും ഫുള്ള് ഇൻസ്റ്റ നമ്മൾ തുറന്നാൽ അത് മാത്രമേ കാണാനുള്ളൂ. ഫുള്ള് വിട്ടേക്കുക. ഇവിടുത്തെ ഗവൺമെൻറ് ഇതൊന്നും കാണുന്നില്ലയോ എന്താണതിൽ? ആരെങ്കിലും ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ അവരുടെ അക്കൗണ്ട് അടിച്ച് കളയാനുള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ല എന്തോ. അപ്പം ഇതെന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുമ്പം ആ പീഡിപ്പിക്കുന്നവർക്കുള്ള ഒരു ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷ വളരെ കുറവാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച തന്നെ നിങ്ങൾ കണ്ടില്ലേ, 32-35 പേരാണ് ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുപോയി ഇതേപോലെ 12-13 വയസ്സേ ഉള്ളായിരുന്നു കുട്ടി, ഇതുപോലെ ദ്രോഹിച്ച് അവൾ 5-ാം നാൾ മരിച്ചുപോയി. അവർക്കിനി എന്ത് കൊടുത്തു? അവരിങ്ങനെ ജയിലിൽ അവിടെ ഇരിക്കും, ജാമ്യത്തിൽ വന്ന് കാണും, ചിലരൊക്കെ ജാമ്യത്തിൽ വന്ന് കാണും. അപ്പം നല്ല ഒരു നിയമം ഈ നമ്മുടെ രാജ്യത്തില്ല.
പെണ്ണുങ്ങളെ ദ്രോഹ ഈ പെണ്ണുങ്ങൾ സമത്വം താ ഞാൻ ആണിൻ്റെ മണ്ടേ കയറി ഡാൻസ് കളിക്കട്ടെ എന്ന് നിങ്ങളെല്ലാം ഇങ്ങനെ കിടന്ന് അവിടെ ഇവിടെ കിടന്ന് ആടാതെ എന്തോ എന്ന് പറയുമല്ലോ, ഫെമിനിസ്റ്റുകളോ എന്തോ ഉണ്ട്, എല്ലാവരും കൂടെ എന്നോട് വഴക്കം കയറി വന്നിട്ട് അവരെല്ലാം കൂടെ പോയി ഈ ആണിൻ്റെ മണ്ടേ കയറി ഡാൻസ് ആടാനുള്ള സമത്വം ചോദിക്കാതെ ഫസ്റ്റ് ചോദിക്കേണ്ട കാര്യം ഇതാണെന്ന്, ഞങ്ങളെ ദ്രോഹം ചെയ്യുന്ന അല്ലെ ഞങ്ങളെ പിച്ച് ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. അങ്ങനെയുള്ള ഒരു വിധി, അങ്ങനെയുള്ളൊരു നിയമം അത് കൊണ്ടുവരാൻ പറ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൈം ഒരു പെണ്ണിനെ ദ്രോഹിക്കുന്ന പിച്ച് ചീന്താൻ ഉപയോഗിക്കുന്ന ആയുധമുണ്ടല്ലോ, ആയുധം പിന്നെ ഒരിക്കലും ഉയർത്തി നിൽക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു നിയമം പറയണം. കൊല്ലരുത്. ജയിലിനകത്തിട്ട് ഇങ്ങനെ പെരിപ്പിച്ച് ചിക്കനും അതും മട്ടനും എല്ലാം കൊടുത്ത് പെരിപ്പിച്ച് ഇങ്ങോട്ട് വിട്ട് നീ അവളെ പോയി പിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വിട്ടിട്ട് എന്തോന്ന് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനത്തുള്ള നിയമമാണ്. ആ ആയുധം പിന്നെ ഒരിക്കലും കുറച്ച് പേർക്കെങ്കിലും പെട്ടെന്ന് അങ്ങ് ഷൂട്ട് ചെയ്ത് അവരെ അങ്ങ് കൊന്നിട്ടോ അല്ലെങ്കിൽ അവർക്ക് അംഗവൈകല്യം നടന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് നാൾ ജയിലിലിട്ടോ ഒരു പ്രയോജനമില്ല. ജീവിതകാലം മുഴുവനും ആ ആയുധം പിന്നെ ഉപയോഗിക്കാനേ പാടില്ല. ഒരേ ഒരു കാര്യത്തിന് മാത്രം, അകത്തുള്ള വെള്ളം വെളിയിലോട്ട് പോകാൻ, യൂറിൻ അതിന് മാത്രം, വേറെ ഒന്നിനും ഉപയോഗിക്കാത്ത രീതിയിൽ ചെയ്താൽ നല്ലതായിരിക്കും. ഈ 2-3 ദിവസം കൊണ്ട് ഞാനൊരു വേറൊരു വീഡിയോസ് കണ്ടു. ഇതേപോലെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തതാണ് ഒരു പെൺകുട്ടിയെ. ആ ചെക്കനെ ഇങ്ങനെ മലത്തി കിടത്തിയിട്ട് അവൻ്റെ ആയുധം ഇങ്ങനെ ഒരു ഇഷ്ടികയുടെ മുകളിലോട്ട് കയറ്റി വെച്ച്, നിങ്ങൾ പലരും കണ്ടു കാണും, ഇഷ്ടികയുടെ മുകളിൽ കയറ്റി വെച്ച് വേറൊരു ഇഷ്ടിക വെച്ച് ഒറ്റയടി ചക്ക് തീർന്നു പോയി. പിന്നെ വേറൊന്നുമുണ്ട്, എന്തോ ഇരുമ്പ് ചൂടാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുന്നു. എന്തോ ഒരു സൗണ്ട്, എനിക്ക് ആ സൗണ്ടൊക്കെ കേട്ടിട്ട് ആനന്ദം തോന്നി, പരമാനന്ദം തോന്നി. അപ്പം അങ്ങനത്തുള്ള നിയമത്തിന് വേണ്ടിയല്ല നിങ്ങൾ പോരാട്. ആണുങ്ങളുടെ മണ്ടയിൽ കയറി ആണുങ്ങളെ പോലും ഞാൻ അവനെ പോലെ നിൽക്കണം ഇവനെ പോലെ നിൽക്കണം, ആണുങ്ങളെ പോലെ പെണ്ണുങ്ങൾക്ക് ആവാൻ പറ്റത്തില്ല. അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്, പവറുകളുണ്ട്. അവരുണ്ടായാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ഫസ്റ്റ് മനസ്സിലാക്കി ഈ വൃത്തികെട്ട ഇതേപോലുള്ള ആണുങ്ങളെ എങ്ങനെ നമുക്ക് ഒതുക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഈ ഒരു നല്ല നിയമം വന്നാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും. ആരോ എന്നോട് ഉന്നമനത്തിന് സംസാരിക്കാൻ പറയുന്നുണ്ട്. അപ്പം പെണ്ണുങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്നും ആരെയും പേടിക്കണ്ട. ഏത് പാതിരാത്രിയിൽ എവിടെ ജോലി, ഇപ്പം ഒത്തിരി പെണ്ണുങ്ങൾ രാത്രി ജോലി കഴിഞ്ഞ് വന്ന പെണ്ണുങ്ങളെയൊക്കെയാണ് പല ആൾക്കാരും പിച്ച് ചീന്തുന്നത്. അപ്പോൾ അങ്ങനെ ഭയമില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റും. അവർ നല്ല രീതിയിൽ മുന്നോട്ട് വരും, ഒരുപാട് ജോലികൾ ചെയ്യും. ചിലപ്പോൾ ആണുങ്ങൾ ചെയ്യുന്ന ജോലികൾ കൂടി പെണ്ണുങ്ങൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തും ചെയ്യാൻ പറ്റും, എവിടെയും പോകാൻ പറ്റും, രാത്രിയും പകലും അവർക്ക് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് എന്ന് വരും? അതാണ് ഇന്ന് എൻ്റെ ചോദ്യം. ഇത് കാണുന്ന ആരെങ്കിലും ഒരാൾ, ഫുള്ളൊന്നും ആരും കാണത്തില്ല, പകുതി വരെ കാണത്തുള്ളൂ. പകുതി കണ്ടിട്ട് വന്നെന്നെ 2 ചീത്തയും പറഞ്ഞിട്ട് പോയി സംതൃപ്തി അടയുന്നവരാണ് കൂടുതലും. അപ്പം ഈ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആണുങ്ങൾ പിന്നെ ഇടത്തില്ല. കാരണം ആണുങ്ങൾക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. എനിക്ക് ഇഷ്ടം പോലെ എല്ലാം ഒന്നല്ലേ? ആണുങ്ങളില്ലാതെ പെണ്ണുങ്ങളില്ല, പെണ്ണുങ്ങളില്ലാതെ ആണുങ്ങളില്ല. രണ്ടുപേരും ഒന്നിച്ച് നിന്നാലേ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പം ആരും അങ്ങനൊന്നുമല്ല. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ഈ പെണ്ണുങ്ങളെ പിച്ച് ചെയ്യുന്ന ഇവന്മാരെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം, അല്ലേ? എന്ത് പറയുന്നു? അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക. പല ആൾക്കാരും രേഖപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ചീത്തയായാലും നല്ലതായാലും, നല്ലതിന് ഞാനൊന്നും മിണ്ടത്തില്ല. ഒരു ഹാർട്ട് തരാം. ചീത്തയാണെങ്കിൽ ഞാനത് ധരിച്ച് അതേപോലുള്ള ചീത്തകൾ പറയും. ഞാൻ പറയുന്ന കാര്യത്തിനെല്ലാം നിങ്ങൾ ഓക്കെ അത് ശരി ഇത് ശരി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറയുന്ന തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇതങ്ങനുണ്ട്, ഇതിങ്ങനെ ആയിരുന്നു, ഇതിങ്ങനെ. പക്ഷേ കണ്ടിട്ട് കാണിക്കണം. കുറച്ചിങ്ങനെ കണ്ടിട്ട് അഭിഹിതത്തിൻ്റെ കഥ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വരരുത്. ഇത് അഭിഹിതത്തിൻ്റെ കഥയല്ല, ഒരു നിയമത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാ. ഹുക്ക് താങ്ക് യു വെരി മച്ച്.